കരണ്ട് യുദ്ധം നടന്ന് ഖൊമേനി കൊല്ലപ്പെട്ടു. ഖൊമേനീനെ ആരാധിക്കാനും ഖൊമേനീനെ പൂജിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഖൊമേനി ഇറാൻ ദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള ഫത്തുകളും അല്ലെങ്കിൽ നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളൊക്കെ എന്താ പറയുക, ഒരു സാധാരണ ചിന്താഗതിക്കാരന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഈ കാലഘട്ടത്തിൽ. മതഭ്രാന്ത് എന്ന് പറയാം, അങ്ങനെയുള്ളവർക്ക് അത് തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഇത് ഇന്ത്യ രാജ്യം ആയതുകൊണ്ടും ഹിന്ദുസ്ഥാനായതുകൊണ്ടും, അതായത് ഹിന്ദുസ്ഥാനാണ്, ഹിന്ദുക്കളുടെ സ്ഥാനമായതുകൊണ്ടും അങ്ങനെയുള്ള ഒരു പരിപാടിയും അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ഓരോരോ ഫത്തുകളൊക്കെ. അതൊന്നും ഒരിക്കലും ഇവിടെ നടപ്പാകാൻ പോണില്ല. പിന്നെ ആ ഫത്തുകളൊക്കെ കണ്ടിട്ട് അതൊക്കെ ഇവിടെയും നടപ്പാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് 1947 പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോവുക. ഈ നാട്ടിൽ നിന്നിട്ട് ഈ നാട്ടിലെ പ്രധാനമന്ത്രിനെ അപമാനിക്കുകയും കണ്ട രാജ്യത്തെ പ്രധാനമന്ത്രിനെയും പ്രസിഡന്റിനെയൊക്കെ എന്താ പറയുക, അവരായിരുന്നു ഞങ്ങളുടെ ഹീറോ, ഇവരായിരുന്നു ഞങ്ങളുടെ ഹീറോ എന്നൊക്കെ പറയണത് എന്താ പറയുക, PC ജോർജിൻ്റെ ഭാഷയിൽ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഒറ്റ വർത്തമാനത്തിൽ പറയാൻ പറ്റുക. സത്യമായിട്ട് അതന്നെ അതിൻ്റെ ഭാഷ. പക്കയായിട്ട് പറയാൻ നിന്നാണ്ടല്ലോ അത് കൂടുതലായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ അവനവന് ഇഷ്ടമുള്ള രാജ്യത്ത് പോയിട്ട് ജീവിക്കുക. ഈ രാജ്യത്തിൻ്റെ സമാധാനം കെടുത്താൻ ആരും തയ്യാറാവരുത്. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ഹര ഹര മഹാദേവ്.